പ്രളയ ദുരിതാശ്വാസ ക്യാമ്പിലെ ജീവിതം കഴിഞ്ഞ് വീടുകളിലേക്ക് തിരിച്ചെത്തി തിരുവോണം ആഘോഷിക്കുന്നതിന്റെ തിരക്കിലാണ് പത്തനംതിട്ട ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ കുടുംബങ്ങൾ. പൂക്കളമിട്ട് പാട്ടുപാടി കുട്ടികളും ഓണാഘോഷത്തിൽ സജീവമായി. പ്രളയം വരുമാനത്തെയൊക്കെ ബാധിച്ചുവെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ തിരുവോണ ദിനം ഇവരുടെ കുടുംബങ്ങളോടൊപ്പം ആഘോഷിക്കുകയാണ്. തിരുവോണ ദിനത്തിൽ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ആറന്മുള എഴിക്കാട് ഉന്നതിയിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പട്ടികജാതി ഉന്നതികളിൽ ഒന്നാണ് എഴിക്കാട് ഉന്നതി. കഴിഞ്ഞ പ്രളയത്തിൽ ഈ ഭാഗം മുഴുവൻ വെള്ളത്തിലായിരുന്നു. ഈ കാണുന്ന വീടുകൾ മുഴുവൻ വെള്ളത്തിലായിരുന്നു. എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെയായിരുന്നു. ഇപ്പോൾ അവർ തിരികെ വീട്ടിലേക്ക് വന്ന് വീടെല്ലാം വൃത്തിയാക്കി ഇന്ന് തിരുവോണ ദിനം ആഘോഷിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പൂക്കളമൊക്കെ കാണാം. പൂക്കളം ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളെല്ലാം. അവർ ആ പ്രളയത്തിൻ്റെ വേദനയെല്ലാം മറന്ന് ഇന്നിപ്പോൾ സന്തോഷത്തിൻ്റെ ദിനമാണ്. തിരുവോണം അവർ കെങ്കേമമായി ആഘോഷിക്കുന്നു. ഈ വെള്ളമൊക്കെ ഇവിടെ നിന്ന് ചെളിയൊക്കെ മാറ്റാൻ ഒത്തിരി ബുദ്ധിമുട്ടി അല്ലേ? ചെളിയൊക്കെ മാറ്റാൻ ഒരു ബുദ്ധിമുട്ട്. 2-3 ദിവസം എടുത്തു ചെളിയൊക്കെ മാറ്റി വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക്. പിന്നെ ഈ ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നു. 2018 അത്രയും വന്നില്ലെങ്കിലും കെടുതികൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. 2018 പോലെ തന്നെ പ്രശ്നമായിരുന്നു. ആ ഒരാഴ്ച ഇങ്ങനെ വെള്ളമൊക്കെ പൊങ്ങി വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നപ്പോൾ ഓണം ആഘോഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ നിങ്ങൾ യഥാർത്ഥത്തിൽ? ഓണമൊക്കെ വെള്ളത്തിലായെന്നാണ് കരുതിയത്. പിന്നെ വെള്ളം ഇറങ്ങി പോയതുകൊണ്ട് ഇപ്പം നമുക്കിപ്പം ഓണം ആഘോഷിക്കാൻ പറ്റി വീണ്ടും. എന്നാലും ഈ സാമ്പത്തികം വളരെ പ്രശ്നമാണ്. അപ്പം അതൊരു വലിയ വിഷയമായതുകൊണ്ട് എന്നാലും തട്ടിമുട്ടിയൊക്കെ നമ്മൾ ഓണമല്ലേ ആഘോഷിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പോവാണ്. ഈ പൂക്കളൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഞങ്ങൾ പോയി മേടിച്ചുകൊണ്ട് വന്നാ ചെങ്ങന്നൂരിൽ. ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പ്രളയമായിരുന്നെന്ന് പറഞ്ഞാലും ഓണം ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കും. എല്ലാ വീടുകളിലും ഓണാഘോഷമുണ്ട്. എല്ലാ വീടുകളിലും ഉണ്ട്. എങ്ങനെയുണ്ട് മോനെ ഓണം? എങ്ങനെയുണ്ട്? ഹാപ്പി ഓണം? എങ്ങനെയുണ്ട് ഓണം? കഴിഞ്ഞ പ്രാവശ്യം മഴയൊക്കെ പെയ്ത് വെള്ളം പൊങ്ങിയപ്പോൾ ഓണം ആഘോഷിക്കാൻ പറ്റുമെന്ന് തോന്നിയിരുന്നോ? ഇന്നിപ്പോ ഏതായാലും കുഴപ്പമില്ല. അങ്കുലപ്പുഴു ചൊന്നാലടയ്ക്കാ കിളിയോടായി എൻ കിളിപ്പെണ്ണേ കൃത്യമായി അളക്കാം ഞാൻ നിന്നെ. അങ്കുലപ്പുഴു ചൊന്നാലടയ്ക്കാ കിളിയോടായി എൻ കിളിപ്പെണ്ണേ കൃത്യമായി അളക്കാം ഞാൻ നിന്നെ. അവളുടെ പേരെന്താ? ഹൃദ്യ. സൂപ്പർ പാട്ടായിരുന്നു. വർഷത്തിൽ എത്ര പ്രാവശ്യം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നുണ്ട്? ഇപ്രാവശ്യം ഒരു പ്രാവശ്യം പോയില്ല. 2-3 പ്രാവശ്യമൊക്കെ പോകേണ്ടതാണ്. ഈ പ്രാവശ്യം ഒന്നേ പോയില്ല. ഇടയിൽ സ്റ്റജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.